അങ്ങനെ 2 മാസം കൂടുമ്പോ വരുന്ന ആ സുദിനം വന്നെത്തി. എന്താന്നല്ലേ, 2 മാസം കൂടുമ്പോ ഐവിക്ക് ഗ്രൂമിംഗ് ആണ്. ഐവിക്ക് അറിയില്ല നമ്മൾ ഗ്രൂമിങ്ങിനാ പോണേന്ന്. പോവാം എന്ന് പറയുമ്പോ അവള് നോക്കും, പോവാ ഐവി, ലെറ്റ്സ് ഗോ, കം, പോവാ. വരുന്നില്ലേ? അവൾക്ക് മനസ്സിലായി തോന്നുന്നുണ്ട് ഇന്ന് ഗ്രൂമിങ്ങിന് പോവാന്ന്. വാ, സാറയുടെ അവിടേക്ക് പോവാം, വാ. വരുന്നില്ല? ഓക്കെ, വരണ്ട. ഞാൻ ലീഷ് എടുക്കുമ്പോ ഇപ്പൊ ഓടി വരും കേട്ടാ. ലീഷ് എടുത്തു. നീ വരുന്ന എനിക്കറിയാം. നല്ല സന്തോഷത്തില് കാവടിത്തുള്ളി പോണ്ട്. അവിടെ ഇറങ്ങുമ്പോഴും ഈ സന്തോഷം കാണണം ഐവി. ഓക്കെ, പോവാ നമുക്ക്. ഓക്കേ, ലെറ്റ്സ് ഗോ. ഞാൻ ട്രീറ്റ് എടുക്കട്ടെ, കാരണം നീ സാറയുടെ അവിടുത്തെ പട്ടി ബിസ്ക്കറ്റ് കഴിക്കില്ലല്ലോ. വലിയ പുള്ളിയാ, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് മാത്രമേ കഴിക്കൂ. ഡോറ് തുറക്കാൻ റെഡി ആയിട്ട് നിൽക്കുക. എങ്ങോട്ടാ പോണേന്ന് മനസ്സിലായിട്ടില്ല, പോവാമെന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇറങ്ങൂ. അതെന്തിനാ കുറിക്കണേ? ആസ് യൂഷ്വൽ അഭിനയം, കയറാൻ അറിയാത്ത പോലെ അഭിനയം. ഇതൊക്കെ ചാടി കയറുന്ന ആളാട്ടോ. ഞാൻ വന്ന് എടുത്ത് പൊന്തിച്ചു വയ്ക്കാം. സ്ഥലമെത്തി, ഇറങ്ങാം. ഇതാണ് സ്ഥലം. ഐവി ആസ് യൂഷ്വൽ വിറച്ചു തുടങ്ങി. അവൾക്ക് സ്ഥലം മനസ്സിലായി, വിറച്ചു തുടങ്ങി. എത്തി നോക്ക്. വായോ, ഇതാണ് അവസ്ഥ. ഗ്രൂമിംഗ് പാർലറിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്ര വലിച്ചാലും അവള് ബാക്കിലോട്ട് വലിക്കും. അവൾ ഇറങ്ങത്തേയില്ല. വേറെ എവിടെയാണെങ്കിലും ഡോറ് തുറന്ന ചാടി ഇറങ്ങണ പാർട്ടിയാ. അങ്ങനെ അവളെ ഡ്രോപ്പ് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞ് പിക്ക് ചെയ്യാൻ വരുമ്പോഴുള്ള അവസ്ഥയാട്ടോ ഇത്. എന്നെ കണ്ടതും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. പിന്നെ ബൈ ദ വേ, ആ കുരയ്ക്കുന്നത് ഐവി അല്ല കേട്ടോ. അവിടെ വേറൊരു ഡോഗ് ഉണ്ട്, ആ ഡോഗാണ് കുരയ്ക്കുന്നത്. അങ്ങനെ ഐവിനെയും പിക്ക് ചെയ്ത് കാറിൽ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. അവൾക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായി. കാറ് കണ്ടതും വേഗം തുറക്കുക, എന്നെ ഒന്ന് ഇവിടുന്ന് രക്ഷിക്കൂ എന്നായിരുന്നു അവള് പറയണ്ടായിരുന്നത്. എന്താ ഐവി, ആരാ ഇവനിങ്ങനെ ആക്കിയേ? ചാരിക്കടക്ക ക്ഷീണിച്ചു. 2 മണിക്കൂർ ഗ്രൂമിംഗ് ആയിരുന്നു. പൊരിഞ്ഞ പോരാട്ടായിരുന്നു ഗ്രൂമറും അവളും തമ്മിൽ. ഉറക്കം വരണ്ട, 2 മണിക്കൂർ ഉറങ്ങാണ്ടിരിക്കണ്ടായിരുന്നു അല്ലേ? ഇനിയിപ്പോൾ എന്തായാലും ഗ്രൂമിങ് കഴിഞ്ഞു. ഇനി സാറയുടെ അവിടേക്ക് പോകണ്ട, 2 മാസം കഴിഞ്ഞിട്ട് പോയാൽ മതി. എന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടെന്നുണ്ട് അവൾക്ക്. സോറി ഐവി, ഗ്രൂം ചെയ്യാണ്ട് പറ്റില്ലല്ലോ. ഇറങ്ങിക്കോ, ഇത് നമ്മുടെ വീടാ. ഒന്നും മനസ്സിലാവണില്ല, കിളി പോയ പോലെ ഇരിക്കണം.